ശ്യാം പ്രസാദ് കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. ശ്യാം, ഇപ്പോൾ INS സൂറത്ത് കൂടി ദൗത്യത്തിന്റെ ഭാഗമായി അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ദൗത്യം എങ്ങനെ പുരോഗമിക്കുന്നു? കൂടുതൽ ദൗത്യത്തിൽ പങ്കാളിത്തം വഹിക്കുന്ന കൂടുതൽ കപ്പലുകൾ, വിമാനങ്ങളൊക്കെ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ടോ? എങ്ങനെ പുരോഗമിക്കുന്നു? അതായത് നേവിയുടെ INS സൂറത്താണ് ഇപ്പോൾ നിലവിൽ ഈ ദൗത്യത്തിനായി ഈ ഷിപ്പിന് അടുക്കെ എത്തിയിരിക്കുന്നത്. പ്രധാനമായിട്ടും നേരിടുന്നത് ഈ ഷിപ്പിലെ തീ കെടുത്താൻ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല. പക്ഷേ അതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതായത് ഷിപ്പിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടും നേരിടുന്ന വെല്ലുവിളി. ഇതിൽ 4 പേരെ ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന ഒരു കാര്യം കൂടിയുണ്ട്. അതോടൊപ്പം തന്നെ കോസ്റ്റ് ഗാർഡിൻ്റെ ഷിപ്പുകളും 5 ഷിപ്പുകളും നിലവിൽ ഈ സംഭവ സ്ഥലത്തുണ്ട്. പക്ഷേ ഈ നിലവിലെ ഈ അപകടം നടന്ന ഷിപ്പിലെ തീ അണക്കുക എന്നാണ് ഏറ്റവും പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത്. അതിനുവേണ്ടിയിട്ടുള്ള ശ്രമം തുടരുകയാണ്. പക്ഷേ അത് എത്രത്തോളം പൂർത്തിയാക്കാൻ കഴിയുന്നു എങ്കിൽ മാത്രമേ ആ കപ്പൽ പൂർണ്ണമായും രീതിയിൽ നമുക്ക് സംരക്ഷിച്ചെടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ പാരിസ്ഥിതിക പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുകയുള്ളൂ. ആ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു നടപടിയാണ് പ്രധാനമായിട്ടും നേവി ഉൾപ്പെടെ ഇത്തരത്തിൽ ഈ INS സൂറത്തിലെ ഈ രക്ഷാദൗത്യ അംഗങ്ങൾ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിലെ ഈ സാധന സാമഗ്രികൾ എന്തൊക്കെയാണ് എന്നതിൽ കൃത്യമായ രീതിയിലൊരു കണക്ക് അത് വന്നിട്ടില്ല. അത് ഈ പറയുന്ന രീതിയിൽ ഈ തീ ഏറ്റവും കൂടുതൽ പിടിക്കുന്ന രീതിയിലേക്കുള്ള സാധനങ്ങൾ ഇതിൻ്റെ അടിയിലുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളടക്കം വിശദമായി കിട്ടിയാൽ മാത്രമേ ഈ രക്ഷാ പ്രവർത്തനം അല്ലെങ്കിൽ അതിൻ്റെ രക്ഷാദൗത്യം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീക്കാൻ പറ്റുകയുള്ളൂ. നിലവിൽ ഇപ്പോൾ 22 പേരിൽ 18 പേർ കടലിലേക്ക് ചാടിയവരടക്കമുള്ളവരാണ്. കപ്പലിലെ ഈ തീ അണയ്ക്കാനുള്ള, നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായ 4 പേരെയാണ് കാണാതായത് എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഇവർ അതിനുള്ളിൽ അകപ്പെട്ടു പോകാനുള്ള സാധ്യതയാണോ ഇപ്പോൾ കാണുന്നത് അധികൃതർ? തീർച്ചയായിട്ടും അത്തരം സാധ്യതകളും അവർ അനുമാനിക്കുന്നുണ്ട്. നിലവിൽ ഈ 4 പേർക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിലും അതോടൊപ്പം തന്നെ കപ്പലിലെ തീ പൂർണ്ണമായി കിടത്തുക എന്നീ 2 ദൗത്യങ്ങളാണ് പ്രധാനമായിട്ടും നിലവിൽ ഇവരുടെ മുന്നിലുള്ളത്. ഇതിൽ മറ്റുള്ള ആളുകൾ ഈ കപ്പലിൽ നിന്ന്, ഷിപ്പിൽ നിന്ന് ചാടി എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ 4 പേർ ഇവരെ പ്രധാനമായിട്ടും തിരയുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്തെ തീ വലിയ തോതിലുള്ള തീയാണ് പടർന്നിരിക്കുന്നതെന്നാണ് ഈ നേവിയിലെയും മറ്റുമൊക്കെ ഉദ്യോഗത്തിൽ നിന്ന് നമുക്ക് ലഭ്യമാക്കുന്ന വിവരം. ആ തീ പൂർണ്ണമായും കിടത്തിയാൽ മാത്രമേ ഇതിൻ്റെ ഉള്ളിലേക്കും മറ്റുമൊക്കെ ചെല്ലാനും ഇവർ 4 പേർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യങ്ങളടക്കം വിശദമായ രീതിയിൽ പരിശോധനയും കാര്യങ്ങളൊക്കെ നടത്താൻ കഴിയുകയുള്ളൂ. നിലവിൽ ഈ കോഴിക്കോട് ഈ പറയുന്ന ആ തീരത്തേക്ക് തന്നെയാണ് ഈ പ്രധാനമായിട്ടും ഈ കോസ്റ്റ് ഗാർഡിൻ്റെയും അതോടൊപ്പം തന്നെ നേവിയുടെയും മറ്റും കപ്പലുകളും മറ്റുമൊക്കെ ഇപ്പോൾ ചെന്ന് ഈ രക്ഷാദൗത്യങ്ങൾ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ശരി, ശ്യാം പ്രസാദ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കോഴിക്കോട്ടേക്ക് എത്തിക്കാനുള്ള ശ്രമം തന്നെയാണ് നടക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ മംഗലാപുരം ഒരു സാധ്യത അവിടെ തന്നെ ഇപ്പോഴും ഉണ്ട്. അത് ഒഴിവാക്കിയിട്ടില്ല. അത് ഒരു അവസാന ഘട്ടത്തിലായിരിക്കും നമുക്ക് അതിലൊരു വ്യക്തത ഉണ്ടാവുക. നേരത്തെ മന്ത്രി പറഞ്ഞപ്പോൾ 40 ജീവനക്കാരുണ്ടായിരുന്നു എന്നാണ് മന്ത്രി പറഞ്ഞത്. പക്ഷേ ഔദ്യോഗികമായി പക്ഷേ സ്ഥിരീകരിക്കുന്നത് 22 പേർ എന്നുള്ളത് തന്നെയാണ്. 50 കണ്ടെയ്നറുകൾ കടലിലേക്ക് വീണു എന്നും മന്ത്രി VN വാസവൻ നേരത്തെ മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം അങ്ങനെയാണ് പറഞ്ഞത്. 20 വർഷം പഴക്കമുള്ള ഒരു കണ്ടെയ്നർ കപ്പലാണിത്. ഇത് മദർഷിപ്പിലേക്ക് കൊളംബോയിൽ നിന്നുള്ള ചരക്കുകൾ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന കപ്പലാണ്. അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്രയിലെ നവശിവ തുറമുഖത്തേക്ക് പോവുകയായിരുന്നു ഈ കണ്ടെയ്നറുകളുമായി. അതിനിടയിലാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുന്നത്. രാസവസ്തുക്കൾ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് എന്നുള്ളതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. തീ പിടിക്കുന്നതിന് മുൻപ് ഈ കപ്പലിന്റെ വേഗത മണിക്കൂറിൽ 14 നോട്ടിക്കൽ മൈൽ എന്ന നിലയ്ക്കായിരുന്നു എന്നുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്. ഈ കപ്പൽ, ഈ അപകടത്തിൽപ്പെട്ട കപ്പൽ 9-ാം തീയതി മുംബൈ തുറമുഖത്തേക്ക് എത്തേണ്ടതായിരുന്നു എന്നുള്ളതും ലഭിക്കുന്ന വിവരമാണ്. പക്ഷേ നിലവിൽ ഇതിന്റെ ഗതി അനുസരിച്ച് 10-ാം തീയതി മാത്രമേ എത്തുകയുണ്ടായിരുന്നുള്ളൂ. ചോദിച്ച ചില സംശയങ്ങളൊക്കെ ഉണ്ട്. ഇത് പഴകിയ, ഒരുപാട് പഴക്കമുള്ള കപ്പലാണ്. ആ കപ്പൽ ഇത്തരത്തിൽ മറ്റെന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഡിസ്പോസ് ചെയ്യുന്നതാണോ എന്നുള്ളത് അടക്കമുള്ള സംശയങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ വിഴിഞ്ഞം തുറമുഖവുമായി നമ്മൾ ആ തരത്തിൽ മുന്നോട്ട് പോകുന്ന സമയത്താണ് ഈ അടുപ്പിച്ച് അപകടമുണ്ടാകുന്നത്. ഒരുപക്ഷെ നമുക്കത്ര പരിചിതം പോലും അല്ലാത്ത സംഭവങ്ങളാണ് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷെ എല്ലാ തരത്തിലുള്ള പഠനങ്ങളും ഒക്കെ നടക്കുന്നു എന്നൊക്കെയാണ് മന്ത്രി സൂചിപ്പിക്കുന്നത്. പക്ഷേ ഇപ്പോഴും മന്ത്രിക്കും അങ്ങനെ പൂർണ്ണമായി പറയാനാവില്ല. കാരണം
തുറമുഖവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളുണ്ട്. ഈ നേരത്തെ അപകടമുണ്ടായ കപ്പൽ കമ്പനിയുമായി തന്നെ ഒരു യുദ്ധത്തിനോ ഒരു സംഘർഷത്തിനോ പോകേണ്ടതില്ല. അവരുമായി സമവായപ്പെട്ട് ഈ ക്ലെയിം അടക്കമുള്ള കാര്യങ്ങൾ നേടിയെടുക്കാം. അതുകൊണ്ട് ഇപ്പോൾ നിയമ നടപടികളിലേക്ക് പോകേണ്ടതില്ല എന്നൊരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ഷിപ്പിംഗ് മന്ത്രാലയവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം. പക്ഷേ അത്തരം കോംപ്രമൈസുകൾ എത്തിച്ചേർക്കുന്നത് എവിടേക്കാണ് എന്നുള്ള ഒരു സംശയം നിലവിൽ നിൽക്കുന്നുണ്ട്. ഈ കപ്പലിന് 20 വർഷം പഴക്കമുണ്ട്. ഇതിന് മുൻപ് അപകടത്തിൽപ്പെട്ട കപ്പലിനും 10-28 വർഷം പഴക്കമുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഉയരുന്ന സംശയങ്ങളാണ്. അതാണ് മാധ്യമപ്രവർത്തകർ ചോദിക്കുകയും ചെയ്തത്. പക്ഷെ അങ്ങനൊന്നും സംശയിക്കേണ്ടുന്ന സാഹചര്യം ഇപ്പോഴില്ല എന്നുള്ളതാണ് തുറമുഖ വകുപ്പ് മന്ത്രി പറഞ്ഞത്.